ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങള് ഒരു കാരണമില്ലാതെ ഇവൻ അടിക്കായിരുന്നു മാഡം. കണ്ടില്ലേ, ഇവൻ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവർക്കൊക്കെ എപ്പ ചെന്നാലും വാതിൽ തുറന്നു കൊടുക്കാനേ വീട്ടിലേതെങ്കിലും പുളുന്താൻ ഭർത്താവ് ഉണ്ടാവുന്നേ. പിന്നെ അല്ലാതെ. അതെ, കുറച്ചുകൂടി മാന്യോട്ട് സംസാരിക്കും. എന്ത് മാന്യത? ഇയാളും നമ്മുടെ ഡ്രൈവർ ഫാമിലി പെട്ട ഒരാളാ. കളക്ടറുടെ ഡ്രൈവർ ആയെന്നുള്ള ഒരൊറ്റ കുറ്റം മാത്രമേ ഇയാള് ചെയ്തിട്ടുള്ളൂ. ഈ അനിയന്റെ കാല് വരെ പൊട്ടിന്ന്. അവർക്ക് എന്തെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ, പറയില്ലേ? കാരണം എന്തുവാ, ഇത് ഡ്രൈവറല്ലേ. അങ്ങനെ പറഞ്ഞ അവളുടെ കയ്യിലെ വളവുരി പോ. ചേട്ടാ ആ പ്രശ്നം വിട്. എനിക്ക് വിഷയമില്ലല്ലോ, പിന്നെന്താ ചേട്ടന് ഇത്ര ബുദ്ധിമുട്ട്? എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അനിയനോട് വേറൊരു കാര്യം പേഴ്സണലായിട്ട് ചോദിക്കാനുണ്ട്. ചേട്ടാ പറഞ്ഞോ, മേത്തോട്ട് കയറുന്ന എന്തിനാ? പറഞ്ഞോ. എങ്ങനാ, മാഡത്തിന്റെ കൂടെ കൂടിയിട്ട് കുറെ നാളായോ? കുറച്ചായി. എങ്ങനെ, ആട് വളയോ? അതെ, ആവശ്യമില്ലാത്ത പണിക്കല്ലേ. പിന്നെ ഇത് എല്ലാ ഡ്രൈവർമാർക്കും കിട്ടുന്നൊരു അവസരമാന്നേ. ആ അവസരം നിനക്ക് കിട്ടുന്നെന്നാ ചോദിച്ചത്. ഇയാൾക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ? അനിയനുമായിട്ടുള്ള മാഡത്തിന്റെ ഇരിപ്പ് വെച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഗുണമുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? എങ്ങനെയുണ്ടാ? കിട്ടിയത് എങ്ങനെയുണ്ട് പറ. നീ എന്നെ തല്ലിയല്ലേ? നാവ് വളച്ച് വൃത്തികേട് പറഞ്ഞാ ഇനിയും തല്ലും. ഇത്രയ്ക്ക് വേദനയ്ക്ക് നിന്റെ ഭാര്യ ഒന്നുമല്ലല്ലോ, ആണോടാ? ഞാൻ പോരാ. മാഡം, മാഡത്തിന്റെ ഡ്രൈവറാ അവിടെ വെള്ളം ഓടിച്ചിട്ട് അലമുണ്ടാക്കുന്നേ. പിടിച്ചു മാറ്റല്ലാത്തിനെയും. യെസ് മാഡം. എടോ പിടിച്ചു മാറ്റോ, പിടിച്ചു മാറ്റാ പോലെ. ഞങ്ങള് ഒരു കാരണമില്ലാതെ ഇവൻ അടിക്കായിരുന്നു മാഡം. കണ്ടില്ലേ, ഇവൻ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നിന്റെ അച്ഛനാണ് കുടിച്ചേ? ഇല്ലാത്ത പറയുന്ന വണ്ടി എടുക്കാനാ പറഞ്ഞ. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. വിഷ്ണുട്ടന്റെ അടുത്ത് വണ്ടി എടുക്കാനാ പറഞ്ഞ. പ്ലീസ് ചെല്ലേ മാഡം, പ്ലീസ് ഒന്ന് ചെല്ലേ. മാഡം വിളിച്ചല്ലേ, ചെല്ലേ. യവന്മാരാ കുടിച്ചിട്ട് ബേളം ഉണ്ടാക്കിയത്. കളക്ടർ അനാവശ്യം പറഞ്ഞത് യവന്മാരാ. എടാ, നീയൊക്കെ എന്ത് പോക്കത്തിനായി കാണിച്ചേ? നീയൊക്കെ അകത്ത് പോവേ. അത് മാഡത്തിന്റെ ഭർത്താവ് തന്നെയാ. ഡ്രൈവറായി കളക്ടറേറ്റിൽ ജോലി ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ തൃപ്തിയായല്ല.
ഇനി ഇതിന്റെ പേരിൽ എന്താ ഉണ്ടാവുന്നതെന്ന് നാളെ അറിയാം. ഞാനൊരു കളക്ടറാണ്. അതിന്റേതായ നിലയും വിലയും ഒക്കെ എനിക്കുണ്ട്. അവിടെ അത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അഭിമാനമാണ്. വിഷ്ണുവേട്ടൻ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മയ്ക്ക് ഞാൻ കൊടുക്കേണ്ട വില വളരെ വലുതാ. ഇതിനി എത്ര പേര് പറഞ്ഞു നടക്കൂന്നറിയോ? വിഷ്ണുവേട്ടൻ എന്താ അതൊന്നും മനസ്സിലാവാത്തെ? അടി കൊടുക്കുമ്പോ അതിനുശേഷമുള്ള വരും വരാഴികളൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അടി അവന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതെ, വിഷ്ണുവേട്ടൻ അങ്ങനെ ചിന്തിക്കൂ. കാരണം വിഷ്ണുവേട്ടൻ ഇപ്പോഴും നിൽക്കുന്നത് ചട്ടമ്പിത്തരം കാണിച്ചു നടന്ന ആ കവലയിലാ. അമ്മയുടെ വാക്കും കേട്ട് അടി കൂടാൻ നടന്ന ആ പലിശക്കാരൻ ഗുണ്ടാ പയ്യനിൽ നിന്നും വിഷ്ണുവേട്ടൻ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ജില്ലാ കളക്ടറുടെ ഡ്രൈവറായി വന്നിട്ട് ഇങ്ങനെ നിലമറന്ന് വഴക്കുണ്ടാക്കില്ലായിരുന്നു. ഓ അത് ശരി. അപ്പൊ ഞാൻ വെറും ഡ്രൈവറായിട്ട് വന്നേന്നാണ് താൻ കരുതിയിരിക്കുന്നത് അല്ലേ? തന്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ഡ്രൈവർ. ഇറങ്ങ്. എന്താ? ഇറങ്ങടി. കേറ്. ഇങ്ങോട്ട് കേറാൻ. കേറ്. കേറാൻ. നീ ആരാ നിന്റെ വിചാരം? കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ അതോ ജാൻസി റാണിയാ? എടി നിനക്കൊരു വിചാരമുണ്ട് നീ ഇവിടുത്തെ ജില്ലാ കളക്ടറാണ്, നിന്നെ കഴിഞ്ഞിട്ട് ഇവിടെ ആരുള്ളൂ എന്നൊക്കെ. അതൊക്കെ ചുമ്മാതാ കേട്ടാ. വിഷ്ണുട്ടാ, വിഷ്ണുട്ടനാ? ആര് വിഷ്ണുട്ടൻ? അതെടി നീ വിളിക്കുന്ന പേര് തന്നെ വിളിക്കേ. ജില്ലാ കളക്ടർ ഡ്രൈവർ അല്ലേ? അതെടി ഞാൻ ഡ്രൈവർ തന്നെയാ. അതത്ര ചെറിയ ജോലിയൊന്നല്ല കേട്ടാ, മനസ്സിലായി? നിന്നെ പോലുള്ള ഒരു ഫയല് നോക്കിയിട്ടേ കാലുമ്മ കാലേറ്റിച്ചിട്ട് വണ്ടിയിലകത്തിരിക്കുമ്പോഴേ പാണ്ടിലോരുടെ അടിയിലേക്കൊന്നും കൊണ്ടുപോയി കയറ്റാതെ ഏറ്റവും സുരക്ഷിതമായിട്ട് കൊണ്ടാക്കുന്നില്ലേ? അതത്ര ചെറിയ കാര്യമൊന്നുമല്ല കേട്ടാ. ഒന്ന് കണ്ണേറ്റാലേ തെക്കുമ്പുറത്തെ പുല്ലിയെത്തേണ്ട അവസ്ഥയാവും. അത് വരാതെ നോക്കുന്ന ജീവൻ കാക്കുന്ന ഞങ്ങളെ പോലുള്ള ഡ്രൈവർമാരെ ജീവൻ പണയം വെച്ചിട്ടാ ഓരോരുത്തരുടെ ജീവൻ രക്ഷിച്ചിട്ട് ഒരു പോറൽ ഒഴിവാക്കാതെ കൊണ്ടുവിടുന്നേ. ഡേ അങ്ങനെയുള്ള ഞങ്ങളെ നീയൊക്കെ പൂട്ട് പൂജിക്കണം. പിന്നെ ഞാൻ അടിയുണ്ടാക്കിയ കാര്യം അത് ഞാൻ വെറും നിന്റെ ഡ്രൈവർ ആയോണ്ടല്ല കേട്ടാ. ഇത് കണ്ട തന്റെ കഴുത്തിൽ താലികെട്ടി കെട്ടിയോടാ ഞാൻ, അതുകൊണ്ടാ തല്ലിയത്. ഭാര്യ അനാവശ്യം പറഞ്ഞാലേ നട്ടുള്ള ഭർത്താവ് തല്ലും. അതിന് കള്ളും കഞ്ചാവൊന്നും വലിച്ചേറ്റൊന്നുമില്ല. തൊണ്ടല്ലോ നല്ല ബലം ഉണ്ടായി മതി. അതെനിക്ക് വേണ്ടുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ അവന്മാരെ അടിച്ചത്. ഇനി അടിക്കും. തന്നെ ആരെങ്കിലും അനാവശ്യം പറഞ്ഞാണല്ലോ ഞാൻ ഇനി അടിക്കും. അതെന്റെ കടമയാ.